രണ്ടും മൂന്നെന്താ വ്യത്യാസമുള്ളത്? മൂന്നൊന്നാണ്. വലിയ അബദ്ധമാണത്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന്. എന്ന് നോക്കിക്കോ, മക്കത്തെ മുശ്രിക്കീങ്ങൾ അവരും എന്താണ് വാദിച്ചത്? അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് അവരും ചോദിച്ചത്. തെളിവെന്താണ്? അവരുടെ തൽബിയത്ത്. മക്കത്തെ മുശ്രിക്കുകളുടെ തൽബിയത്ത്. അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു. ഇബ്രാഹിം മില്ലത്തിലായിരുന്ന ആൾക്കാരല്ലേ. ഇബ്രാഹിം മില്ലത്തിൽ നിന്നാണ് അവർ തെറ്റിയത്. അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു. ഹജ്ജ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? തൽബിയത്ത് പറയും, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക്. അങ്ങനെ പറയും. പിന്നെ പറയും ഇല്ലാ ശരീക്കൻ. ലബ്ബൈക എന്നാണ് അള്ളാഹു നിനക്ക് ഉത്തരം നൽകി ഞാൻ വന്നിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരനൊഴികെ. ആ പങ്കുകാരൻ്റെ പ്രത്യേകത എന്താണ്? തംലികുഹു വമാ മലക്. ആ പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നു. ആ പങ്കുകാരൻ എന്തൊക്കെ കാര്യങ്ങൾ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതിനെയും നീ ഉടമപ്പെടുത്തുന്നു. അഥവാ അള്ളാഹ് കൊടുത്ത കഴിവ്. അതേപോലെയാണ് അന്ന് മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞത്. അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്നാണ് അവർ ചോദിച്ചത്. പക്ഷെ അവരെന്ത് ചെയ്തു? അറബി ആയതുകൊണ്ട് ശരീക്ക് ഷിർക്ക് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മുടെ നാട്ടുകാർ എന്തില്ല, അറബി അറിയാത്തതുകൊണ്ട് ഷിർക്ക് എന്തോ വലിയ പാവാന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് മുമ്പേ. അതുകൊണ്ട് ഷിർക്ക് എന്ന് പറയില്ല, വേറെ എന്തെങ്കിലും നല്ലൊരു പേരിട്ടിട്ട് പറയും. കൊടുത്ത കഴിവ് ശരിക്കും പഠിച്ചാൽ എന്ത് ചെയ്യും? ഈ പറയുന്ന രണ്ട് വാദം ഒന്നാണെന്ന് ശരിക്കും ബോധ്യപ്പെടും. അപ്പം എന്തില്ല, അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഒരു കാര്യം മറ്റൊരാൾക്ക് കൊടുത്താൽ അത് ഇലാഹാക്കലായി. ഇനി എനിക്ക് അത് ഇലാഹാണെന്നൊരു വിശ്വാസമില്ല. അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ഇലാഹാണെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ആ കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുമ്പോൾ എന്തായി? അത് ദുആയി. ദുആ ആർക്കുള്ളതാണ്? അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. ആ അള്ളാഹ്ക്ക് മാത്രമുള്ള ഇബാദത്ത് ആ മരിച്ചു കിടക്കുന്ന ആൾക്ക് കൊടുത്താൽ മഅബൂദായി, ഇലാഹായി. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യമൊന്നുമില്ല, അവിടെ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇബാദത്ത് അങ്ങോട്ട് കൊടുത്താൽ ആരായി? ആരാധിക്കപ്പെടുന്നവനായി, ഇലാഹായി. അതാണ് ഇവിടെ ചോദിക്കുക, അത്തഖിദു മിൻ ദൂനിഹി ആലിഹ. അള്ളാഹുവിന് പറയാൻ നിങ്ങൾ ആലിഹത്തുകളെ സ്വീകരിക്കുകയാണോ? ആ ആലിഹത്തുകളിൽ നിന്നും അവർ എന്താ പ്രതീക്ഷിച്ചത്? ഷഫാഅത്ത്. അവിടെ പറഞ്ഞത് എന്ത്? അള്ളാഹു ശുപാർശ, ഷഫാഅത്ത്. അള്ളാഹു എന്തെങ്കിലും ഒരു ഒരു പ്രയാസം എനിക്ക് അള്ളാഹു തീരുമാനിച്ചാൽ ഇവരുടെ ഷഫാഅത്ത് എനിക്ക് ഒരു ഉപകാരവും ചെയ്യൂല അള്ളാഹിൻ്റെ അടുക്കൽ. അതുപോലെ വലാ യുൻഖിദൂൻ, അവർ എന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. ആ കാര്യം വളരെ വ്യക്തമാണ് കാര്യം. ഇനി ഒരു ഹദീത്ത്, ഖുദ്സിയായ ഹദീത്താണ് അല്ലേ? ഖുദ്സിയായ ഹദീത്ത് എന്ന് പറഞ്ഞാൽ ഹദീത്ത്